ഇതിനാണ് പ്രത്യേക കണ്ടുണ്ടല്ലോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ചിക്മംഗ്ലൂരിലെ മുള്ളിയാങ്കിരി പീക്കിലാണ് കേട്ടോ. ഇതോടുകൂടി നമ്മൾ ചിക്മംഗ്ലൂരിലെ കാഴ്ചകളൊക്കെ കണ്ടു തീരുകയാണ്. ഇന്ന് നമ്മൾ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഏതായാലും മുള്ളിയാങ്കിരി പീക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ റൂമിൽ ചെന്ന് ലഗേജൊക്കെ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട സ്പോട്ടുകളിലൊക്കെ ഇറങ്ങി കണ്ടാണ് നമ്മുടെ ബൈക്ക് ട്രിപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹൊഗനക്കല്ലിൽ പോയി അവിടെ നിന്നും നേരെ ചിക്മംഗ്ലൂർ വന്ന് 2 ദിവസം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഗോവയിലേക്കാണ്. പക്ഷേങ്കിൽ ഗോവയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് പ്രധാനമായിട്ട് 2 സ്ഥലങ്ങളോട് കവർ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഈ പോകുന്ന റൂട്ടിലുള്ള ജോഗ് ഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ വെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ് എന്ന് പറയുന്നത്. ചിക്മംഗ്ലൂരിൽ നിന്നും ജോഗ് ഫാൾസിലേക്ക് 5 മണിക്കൂറിൻ്റെ യാത്രയാണുള്ളത്. 204.5 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. നമ്മളൊരു 12 മണിയായപ്പോഴത്തേക്കും അങ്ങനെ ചിക്മംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളങ്ങനെ ജോഗ് ഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യാത്രയ്ക്കിടയിൽ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ചില ദിവസങ്ങളിലൊക്കെ ഒഴിവാക്കാറുണ്ട്. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു സ്പോട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ എന്തായാലും 1 മണിക്കൂറോളം നമുക്ക് എങ്ങനെയെങ്കിലും നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് യാത്ര ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് എത്താനുള്ള ടൈമിനാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഇന്നും ഒഴിവാക്കി. അപ്പോൾ വൈകുന്നേരം ആവാറായപ്പോഴത്തേക്കും നമ്മളങ്ങനെ ഓടിപ്പിടിച്ച് ജോഗ് ഫാൾസിൻ്റെ അടുത്ത് എത്താണ് കേട്ടോ. ഇതിനൊക്കെ വൈകുന്നേരം ക്ലോസിംഗ് ടൈം കൂടെ ഉള്ളതുകൊണ്ട് അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് കണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ എത്താറാകുന്ന സമയത്തുള്ള ബോർഡും അതിൻ്റെ അടുത്തൂടെ പോകുന്ന നദികളുടെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ യാത്ര കുറച്ച് നേരത്തെ നടത്തിയതിനാൽ തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇവിടെ നല്ല കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇവിടുന്ന് ഒരു ബൈക്കിനോ പാസ് എടുത്തു. വലിയ രീതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാനുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെന്ന് കണ്ടപ്പോൾ ഇതാണ് നമ്മൾ കാത്തിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ 2ാമത്തെ വെള്ളച്ചാട്ടമായിട്ടുള്ള ജോഗ് ഫാൾസ്. ഞങ്ങൾ ചെന്നത് ഒരു മൺസൂൺ സീസണിലല്ല, അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം. പക്ഷേങ്കിൽ ഈ റീൽസിലൊക്കെ കണ്ട് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി പോയതുകൊണ്ട് ഞാൻ ആകെ ഒന്നും ഞെട്ടിത്തെരിക്കാനായിട്ട് തുടക്കത്തിൽ ചെയ്തത്. പക്ഷേങ്കിൽ പിന്നീടാണ് റിയാലിറ്റി മനസ്സിലായത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് നല്ല മൺസൂൺ സമയം. ആ സമയത്ത് പോകണമെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ ചെറുതായിട്ടുള്ള ഇതേപോലത്തെ വെള്ളങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ എന്നാൽ പോലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് 4 വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർണാടകയിൽ ഷിമോഗ ജില്ലയിലാണ് കേട്ടോ ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ശരവതി നദിയാണ് ഇതുപോലെ ഒരു വെള്ളച്ചാട്ടമായിട്ട് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇതിനെ ജെറുസപ്പ ഫാൾസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവരിതിനെ കർണാടകയിലെ ഫേമസ് റൊമാൻറ്റിക് സ്പോട്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരാവതി നദി ഏകദേശം ഒരു 829 അടി, അതായത് 253 മീറ്റർ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത്. അത് 4 പ്രധാന ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ 4 വെള്ളച്ചാട്ടങ്ങൾ, അതായത് ഇവിടെ കാണുന്ന ഈ 4 വെള്ളച്ചാട്ടങ്ങൾക്കും ഓരോന്നിനും ഓരോ പേരുമുണ്ട്. അതായത് പ്രധാന ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തത് രാജ, അതായത് ഏറ്റവും വലിയ ഘടകം എന്ന് പറയാം. രണ്ടാമത്തത് റാണി, സുന്ദരമായിട്ട് ഒഴുക്കുള്ള ഒന്നിനെയാണ് അങ്ങനെ പറയുന്നത്. മൂന്നാമത്തത് റോറർ, കാരണം അതിൻ്റെ ശബ്ദം കൊണ്ട് ആണ് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. 4ാമത്തത് റോക്കറ്റ്, അതായത് ആകാശത്തേക്ക് സുതാര്യമായിട്ട് ഉയരുന്ന ഒരു തരത്തിലുള്ള വെള്ളച്ചാട്ടത്തിനെയാണ് അങ്ങനെ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ വെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ്. ഇതൊരു വേൾഡ് ഫേമസ് വാട്ടർഫാൾസും കൂടിയാണ്. നമ്മൾ നല്ല ദൂരത്ത് നിന്നിട്ടുണ്ടോ ഈ വെള്ളച്ചാട്ടം കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഗാലറി പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നിന്നോക്ക് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിന് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറേ നേരമൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൂടെ എത്തേണ്ടതുകൊണ്ട് ഇവിടെ നമ്മൾ ഇത്രയൊക്കെ തന്നെ കണ്ട് ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ് കേട്ടോ. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതിൻ്റെ ക്ഷീണം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നന്നായിട്ട് അറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ചെന്ന് വഴിക്ക് വെച്ചിട്ട് നമ്മളേതായാലും ഫുഡ് കഴിക്കാണ്ട് കയറി. വൈകുന്നേരം അങ്ങനെ ദോശയും ചട്നിയും സാമ്പാറൊക്കെ കഴിച്ചു. ഒരു കരിക്കുംവെള്ളം കൂടെ കുടിച്ചപ്പോഴാണ് കുറച്ചും കൂടെ ആശ്വാസമായത്. ഇനി കുറേ ദൂരം യാത്ര ഉണ്ടായിരുന്നു. അധികവും ഇതുപോലത്തെ കാട് പോലത്തെ ഏരിയ കൂടെയാണ്. രാത്രിയിൽ ഇങ്ങനത്തെ ഏരിയ കൂടെ പോകുമ്പോൾ എനിക്കെന്തോ ചെറിയ ഭയമാണ്. ഏതായാലും കുഴപ്പമൊന്നും കൂടാതെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കേട്ടോ. ഇന്നിപ്പോൾ രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണം എന്നുള്ളത് ആലോചിച്ച് കുറേ ദൂരം ചെന്നിട്ട്
നമ്മളൊക്കെ ഏതായാലും ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ കണ്ടു കിട്ടിയത്. അവിടേക്ക് എത്തിപ്പെടാനും കുറേ പാടുപെട്ടു. അങ്ങനെ നമ്മൾ ഇവിടെ റൂം എടുത്തു. ലഗേജൊക്കെ കൊണ്ടുവച്ച ശേഷം ഏതായാലും ഫുഡ് കഴിക്കേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കേണ്ടി കയറി. സൂപ്പും ചപ്പാത്തിയും ചിക്കൻ കറിയും വെജിറ്റബിൾ പുലാവൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇനി നമ്മുടെ നാളത്തെ യാത്ര എന്ന് പറയുന്നത് ഗോവയിലേക്കുള്ള ബാക്കി യാത്ര തുടരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് മറ്റൊരു പാർട്ടായിട്ട് കൊടുക്കാം. അങ്ങനെ 11 ദിവസം നമ്മുടെ ബൈക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. ബായ്.